നിന്നെ എതിരേക്കുവാൻ ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിരട്ടെ. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മൾ പിന്നെ സന്നിഹിതനായിരിക്കും സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്ന ഈശോയേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്ന 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 ഈശോ 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 ഈശോയെ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി നന്ദി നന്ദി. ആത്മാവേ പരിശുദ്ധാത്മാവേ പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ഒരുപാട് സൗഖ്യാനുഭവം നമുക്ക് തരുന്നുണ്ട്. നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക, പാടി പ്രാർത്ഥിക്കുക. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂസിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂസിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കിപ്പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. പാടാം. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കിപ്പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പാടാം. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് തരികയാണ്. തൈറോയിഡ് സംബന്ധമായ അസ്വസ്ഥ രോഗത്തിന്റെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തിയെ കഴുത്ത് പുറകോട്ടൊന്നും തിരിക്കാൻ പറ്റാത്ത രീതിയിൽ പെടലി വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത്, ഗ്യാസ് കിട്ടുകയും ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ വരികയും ചെയ്യുന്ന അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. 3 മക്കൾക്ക് സുവിശേഷ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ കൊടുത്ത് കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നു. തലയുടെ പിൻഭാഗത്ത് വലിയ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ദൈവവചനത്തോടുള്ള വലിയ താല്പര്യം കർത്താവ് ഒത്തിരി മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കാലിന്റെ മുട്ടിന് ശക്തമായ വേദന അനുഭവിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ അവരെ അനുഗ്രഹിക്കാമെന്ന് പറയുന്നു. കാലിന്റെ മുട്ടിന്റെ അസ്ഥികൾ അകന്നു പോകുന്നത് മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു വിവാഹം നടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ചെയ്യുന്നു. അകന്നു പോയൊരു ദാമ്പത്യ ബന്ധത്തെ കർത്താവ് വീണ്ടും കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കുന്നു. നന്ദി 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 നന്ദി. കരളിലെ നീർവീക്കം മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ടോമി എന്ന പേരുള്ള ഒരു മകനെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. രമ്യതപ്പെടാനൊരു കൃപ കർത്താവ് ഒരു വ്യക്തിക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. നന്ദി നന്ദി. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി കർത്താവ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നന്ദി. ദിവ്യകാരുണ്യ ആശീർവാദത്തിന്റെ സമയത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്വത്ത് വീതം വെച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് രമ്യതപ്പെടാൻ ഈശോ ആവശ്യപ്പെടുന്നു. അണപ്പല്ലിന്റെ വേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഇടത്തെ കൈക്കുണ്ടായിരുന്ന ശക്തമായ വേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. വലത്തെ കണ്ണിൽ എപ്പോഴും കുത്തിപ്പറിക്കുന്ന പോലെ വേദന അനുഭവപ്പെടുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കാലിന്റെ അടിഭാഗത്ത് ചുട്ടുപൊള്ളുന്നത് പോലുള്ള വേദന മൂലം നടക്കാൻ വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. വീസ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കിടപ്പ് രോഗിയായ ഒരു വ്യക്തിക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തീരുമാനമെടുക്കുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നു. ആത്മീയ യുദ്ധത്തിന് തയ്യാറാകാൻ കർത്താവ് പറയുന്നു. പിശാചിനോടുള്ള അവന്റെ കുടില തന്ത്രങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാകുക എന്ന് ഈശോ പറയുന്നു. ഈശോയെ നന്ദി നന്ദി നന്ദി. വെള്ളത്തിൽ ചാടി കുട്ടികൾക്കുണ്ടാകാവുന്ന അപകടം ഒഴിവാക്കാൻ ശ്രദ്ധിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. ബെന്നി എന്ന പേരിൽ ഒരു സഹോദരനെ ഈശോ പ്രത്യേകം പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. കേസി എന്ന് വിളിക്കാറുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇന്റർവ്യൂവിന് പാസ്സാകാനുള്ള കൃപ കൊടുത്ത് കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. നെഞ്ചിന്റെ ഇടത്ത് വശത്തെ വേദന അനുഭവപ്പെടുന്ന മൂലം അസ്വസ്ഥപ്പെടുന്ന വ്യക്തിയോട് ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശരി. കർത്താവ് 8 മക്കളെ പ്രത്യേകം വേർതിരിച്ച് നിർത്തി അനുഗ്രഹിക്കുന്നതായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അഗ്നി അഭിഷേകത്തിന്റെ കൃപ കർത്താവ് ആലയത്തിന് നൽകുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. തീക്കുണ്ടത്തിന്റെ ഒരു അനുഭവം, അഭിഷേകത്തിന്റെ ഒരു വലിയ ശക്തി കർത്താവ് ആലയത്തിന് നൽകി അനുഗ്രഹിക്കുന്നു. സഹോദരനോടുള്ള ശത്രുത എടുത്തു മാറ്റാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ആ കൃപ കർത്താവ് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നു. ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന വിദ്വേഷവും വെറുപ്പും പൂർണ്ണമായിട്ട് കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈശോയെ ഒരു തെറ്റായ അന്യബന്ധം പാടെ മുറിച്ചു മാറ്റാനുള്ള കൃപ കൊടുത്ത് കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഈശോയെ നാവിന്റെ കെട്ടഴിച്ചു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ കർത്താവ് കയറി പിടിക്കുന്ന വ്യക്തിയെ രക്ഷിക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ. ഈശോയെ നന്ദി. ഈശോയെ മോണപഴുപ്പും പല്ലിന് വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ കുടല് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ.
വാഹനം, പുതിയൊരു വാഹനം വാങ്ങാനായിട്ട് കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതി. ഒരു കപ്പൽ ജീവനക്കാരനായ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നു. ആഡംബര കാർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല എന്ന് കർത്താവ് പറയുന്നു, തിരുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നു, കർത്താവ് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വളരെ ജാഗ്രതയോടെ ആയിരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഈശോയെ കൃഷിയിടം അനുഗ്രഹിക്കപ്പെടുന്നു, കർത്താവ് കൃഷിയിടങ്ങളെ അനുഗ്രഹിച്ചു തരുന്നു. ഈശോയെ ഒരു സഹോദരിയുടെ കാലിലെ വെരിക്കോസ് വെയിൻ മൂലം വിഷമിക്കുന്ന കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. റോസമ്മ എന്ന പേരിൽ ഒരു മകളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഈശോയെ ഒരു വൈദികന് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നു, ദൈവ പ്രാർത്ഥന കേട്ട വൈദികനെ അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി കർത്താവ്. അടിവയറ്റിലുണ്ടായിരുന്ന വേദന കർത്താവ് പൂർണ്ണമായി മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ വലിയ അഭിഷേകത്തിൻ്റെ ഉറവ പൊട്ടുന്നു, അത് നമ്മളിലേക്ക് ഒഴുകി എത്തുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മരത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം ഒഴിവാകാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഉരുള് പൊട്ടലിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വലിയ ആസ്മ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ബസ് അപകടം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഭാവിയെക്കുറിച്ച്, സ്വന്തം ഭാവിയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തിയോട് പൂർണ്ണമായിട്ട് ശരി വിട്ടുകൊടുക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. ജെസ്സി എന്ന പേരിൽ ഒരു മകളെ ഈശോ അനുഗ്രഹിക്കുന്നു. വയറ്റിലുണ്ടായിരുന്ന ട്യൂമർ കർത്താവ് എടുത്ത് മാറ്റി സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി കർത്താവ്. ഉറങ്ങാൻ പറ്റാത്തവരും വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ ആന്തരിക സൗഖ്യവും ഉറങ്ങാനുള്ള കൃപയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. മയക്കുമരുന്നിൻ്റെ അടിമത്തം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ ഒരു ക്യാൻസർ രോഗിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒത്തിരി പേരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കടന്നു വരുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു പട്ടി കുറുകെ ചാടിയിട്ട് ഒരു ബൈക്ക് അപകടം ഉണ്ടാകുന്നു, അത് ഒഴിവായി പോകാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ശ്വാസതടസ്സം മാറ്റിക്കൊടുത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു മദ്യപാനിയായ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു ട്രെയിൻ അപകടം ഒഴിവായി പോകാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശക്തമായ ബന്ധന അവസ്ഥയിൽ നിന്നുള്ള വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. 6-7 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താവേ കടന്നു വർഷണേ. ഒന്നോടെ കരങ്ങൾ ഉയർത്തി ഈശോ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. ആത്മാവേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം അടയാളങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് അങ്ങ് സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം.
മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ കൂപ്പി മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വീടും സ്ഥലവും വിൽക്കാനും മക്കൾക്ക് ജോലി ലഭിക്കാനും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ജോർജ് എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. കുടിവെള്ളം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ജൂലി എന്ന മകളെ നമുക്ക് സമർപ്പിക്കാം. നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൻമരി എന്ന മകളെ സമർപ്പിക്കാം. വീട് സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്ന സാജൻ എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. ജർമ്മനിയിൽ ഉപരിപഠനത്തിന് പോകാനുള്ള തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ഡിജിൽ എന്ന മകനെ സമർപ്പിക്കാം. ഒരു നല്ല വൈദികനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഡിൽജോ എന്ന മകനെ സമർപ്പിക്കാം. കണ്ണിന്റെ ഒരു ഓപ്പറേഷൻ വിജയകരമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആലീസ് എന്ന മകളെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ജിനീഷ് എന്ന മകനെ സമർപ്പിക്കാം. B2 പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ഇമ്മാനുവൽ എന്ന മകനെ സമർപ്പിക്കാം. നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എൽസിറ്റ് എന്ന മകളെ സമർപ്പിക്കാം. +2 പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ജെറിൻ എന്ന മകനെ സമർപ്പിക്കാം. വിശ്വാസത്തിൽ വളരാനും മാനസാന്തരം ഉണ്ടാകാനും ആഗ്രഹിക്കുന്ന ജിൻസ് എന്ന മകനെ സമർപ്പിക്കാം. ജർമ്മൻ പരീക്ഷ പാസ്സാകേണ്ട ജോബീന എന്ന മകളെ സമർപ്പിക്കാം. പരീക്ഷാ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോയൽ എന്ന മകനെ സമർപ്പിക്കാം. ഭയം മാറാൻ ആഗ്രഹിക്കുന്ന റയാൽ എന്ന മകനെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറാനും വീട് പണി നടക്കാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ജിജോ എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുഷ്പ എന്ന മകളെ നമുക്ക് സമർപ്പിക്കാം. കാലിലെ ഒരു വ്രണം ഉണങ്ങുന്നതിനും അലർജി രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന തൊഴിൽ തടസ്സം മാറാനും വേണ്ടി ആഗ്രഹിക്കുന്ന തോമസ് ഡെൽമ എന്ന മകളെ നമുക്ക് സമർപ്പിക്കാം. B2 എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ദിയ എന്ന മകളെ സമർപ്പിക്കാം. വിദേശത്ത് പോകാനുള്ള സാമ്പത്തിക തടസ്സം മാറേണ്ട ആൽബർട്ട് എന്ന മകനെ സമർപ്പിക്കാം. BSc നഴ്സിംഗ് പരീക്ഷ പാസ്സാകേണ്ട ഏഞ്ചൽ പൊന്നു എന്നീ മക്കളെ സമർപ്പിക്കാം. തൈറോയ്ഡ് കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അന്നമ്മ എന്ന മകളെ സമർപ്പിക്കാം. പുകവലി, പൈൽസ് തുടങ്ങിയ രോഗം മാറാൻ ആഗ്രഹിക്കുന്ന വർക്കി എന്ന മകനെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറേണ്ട ഡീന എന്ന മകളെ സമർപ്പിക്കാം. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഷീജ എന്ന മകളെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറേണ്ട ജോളി എന്ന മകളെ സമർപ്പിക്കാം. വീട് പണി തീരാനും രോഗശാന്തി കിട്ടാനും ആഗ്രഹിക്കുന്ന ജോളി എന്ന മകളെ സമർപ്പിക്കാം. വിശ്വാസത്തിൽ വളരാനും മാനസാന്തരത്തിന്റെ കൃപ കിട്ടാനും ആഗ്രഹിക്കുന്ന ആൽബിൻ ആൻസ് എന്ന മക്കളെ സമർപ്പിക്കാം. നഴ്സിംഗ് പരീക്ഷ പാസ്സാകേണ്ട ജൂബി എന്ന മകളെ സമർപ്പിക്കാം. ജോലി സ്ഥിരപ്പെടാൻ ആഗ്രഹിക്കുന്ന ജിതിൻ ചാക്കോ എന്ന മകനെ സമർപ്പിക്കാം. വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജിജ എന്ന മകളെ സമർപ്പിക്കാം. ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ജോസ്ന എന്ന മകളെ സമർപ്പിക്കാം. ഗർഭസ്ഥ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന റോസന എന്ന മകളെ സമർപ്പിക്കാം. ജർമ്മൻ പഠിക്കാനും സ്വഭാവ രൂപീകരണം നടക്കാനും ആഗ്രഹിക്കുന്ന ആൽബിൻ എന്ന മകനെ സമർപ്പിക്കാം. ജോലി തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ജോസഫ് എന്ന മകനെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറേണ്ട അഖിൽ എന്ന മകനെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ജ്യോതിഷ് എന്ന മകനെ സമർപ്പിക്കാം. വീട് പണി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന അന്നമ്മ എന്ന മകളെ സമർപ്പിക്കാം. മാനസാന്തരത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനൂപ് എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് ഈശോയെ എല്ലാവരും ഓർത്ത് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപ നമ്മളെ സമർത്ഥമാകുകയാണ്. ഒരു പ്രാർത്ഥനയും വെറുതെ ആകുകയല്ല പ്രിയപ്പെട്ടവരെ. ഒരു പ്രാർത്ഥനയും ഉത്തരമില്ലാതെ പോകില്ല. ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ അപ്പനോടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മക്കളാണ്, സ്വർഗത്തിലുള്ള പിതാവിനെയാണ് വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. കരങ്ങളടിച്ച് പാടാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറന്നിടും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറന്നിടും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ മണിക്കൂറുകളെ ഓർത്ത് ഈശോയുടെ മുമ്പിൽ നന്ദിയുള്ളവരായി നമുക്ക് കാതോർക്കാം. സ്വർഗം ആഗ്രഹത്തോടെ നമ്മളെ ഓരോരുത്തരെയും വചനമയച്ച് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് പരിശോധിക്കുകയായിരുന്നു. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നമുക്കളക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഈശോയ്ക്കറിയാം നമ്മളുടെ ഹൃദയത്തിൻ്റെ വിശാലത എത്രമാത്രമാണെന്നുള്ളത്. നമ്മുടെ ഹൃദയത്തെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. സ്വർഗം നമ്മളെ ഓരോരുത്തരെയും ശ്രവിക്കുന്ന നിമിഷങ്ങളായിരുന്നു. സ്വർഗത്തിൽ നിന്ന് വചനമയച്ച് സിസ്റ്ററിൻ്റെ അധരങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലൂടെ ഈ നിമിഷങ്ങളിൽ കീറി മുറിച്ച് പോവുകയാണ്. എവിടെയാണ് നമ്മൾക്ക് കുറവ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ഈ മണിക്കൂറുകളിൽ സ്വയം പരിശോധിക്കുന്ന നിമിഷങ്ങളായിരുന്നു. യേശുവിന് പോലും പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ തടസ്സമായി നിന്ന മഗ്ദല മറിയം യേശു പറയുകയാണ്, ഇനി നീ എന്നെ വഴി തടയരുത്. നമുക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന വഴികളിൽ നമ്മളെ ആരെങ്കിലും തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പ്രേരണയാണെന്ന് നമ്മൾക്ക് സ്വയം പരിശോധിക്കാനുള്ള സുന്ദര നിമിഷങ്ങളാണ് ഈശോ നമുക്ക് തുറന്നു വച്ചിരിക്കുന്നത്. ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മുന്നിൽ ആയിരിക്കുന്ന ഈശോയെ നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. നമ്മുടെ കുറവുകളെ നമുക്ക് പരിശോധിക്കാം. നമ്മളേത് തരത്തിലുള്ളവരാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ആരെയെങ്കിലും വേർതിരിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് ആഴത്തിൽ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ ഈശോയുടെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുവാനായിട്ട് ഹൃദയം തുറന്ന് വിശാല മനസ്സോടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തില് 21-ാം അധ്യായത്തില് 28-ാമത്തെ അധ്യായം ഈ സിസ്റ്റർ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കുന്ന രീതിയിൽ
ആ വചനങ്ങൾ നമുക്ക് പങ്കുവെച്ചു തരികയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ ആലയത്തെ ഏറ്റെടുക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മളും ഏത് തരത്തിലുള്ളവരാണ്. നമ്മളെയും പല ജോലികൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ നമ്മളത് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂത്ത മകനെ പോലെ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുറവുകളാണ് അതൊക്കെ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്നു വെച്ച് ഈശോയെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒത്തിരി ദാഹത്തോടെ ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, സ്തുതി ഉയരട്ടെ സ്തുതി ഉയരട്ടെ സ്തുതി ഉയരട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട് കഴിയുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ സകല കെണികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ സകല കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. സ്തുതി ഉയരട്ടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിനും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം പൂജ്യമായി നൽകിയതൻ സ്നേഹിതരോടൊത്ത് നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. ആരാധിക്കുന്നു. നമ്മളെ മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച മക്കളെ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, സുവിശേഷത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, സുവിശേഷത്തിൽ ജീവിക്കുന്നു. ഇരുൾ മൂടും വഴികളിൽ മാനവരാശിക്ക് ദീപം പകർന്നിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആഗ്രഹത്തോടെ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, എൻ്റെ ഹൃദയം ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, എൻ്റെ ഹൃദയം ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ, എനിക്കെല്ലാം എന്നെ യേശുവത്രേ. കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് ശാന്തമായി നമ്മളോട് തന്നെ നമ്മളൊന്ന് പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോരാ, ഞാൻ ഇനിയും പ്രാർത്ഥിക്കണം.
പ്രാർത്ഥന കൊണ്ട് മാത്രമേ എനിക്ക് തിന്മയുടെ ശക്തികളോട് പോരാടാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന കുറയും തോറും സാത്താൻ എന്നെ കീഴ്പ്പെടുത്തുകയാണ്. സാത്താൻ എൻ്റെ മേൽ വിജയം വരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ ജപമാല പ്രാർത്ഥന അത് വീണ്ടും ഞാൻ തുടങ്ങണം. വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കണം. എനിക്ക് ഈശോയെ കിട്ടുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഞാൻ ദേവാലയത്തിലേക്ക് പോകണം. അവിടുന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ഞാൻ ശക്തി സംഭരിക്കണം. എൻ്റെ കുടുംബത്തിലെ ജപമാല പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ഞാൻ ഇനി മുടക്കില്ല. ഈശോയോട് പറഞ്ഞേ, ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കുറഞ്ഞു പോകാൻ കാരണമായത് തിന്മയുടെ ഒരു ഇടപെടലാണെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവേ, അതുപോലെ തന്നെ എൻ്റെ കർത്താവെ ഞാൻ ഓർക്കുവാണ്, എനിക്ക് അനുഭവം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പലപ്പോഴും എനിക്കൊരു അനുഭവം തരുന്നില്ല. കാരണം സാത്താൻ എന്നോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നീ കൊള്ളില്ല, നീ മോശമാണ്, നീ നല്ലവനല്ല, നീ ദൈവത്തിൻ്റെ മകനല്ല, ദൈവത്തിൻ്റെ മകളല്ല എന്നൊക്കെ സാത്താൻ എന്നോട് പറഞ്ഞിരിക്കുക. ഞാൻ അതെല്ലാം തള്ളിക്കളയുന്നു. പറഞ്ഞേ ഞാൻ വിശ്വസിക്കുന്നു, പറഞ്ഞേ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പൊന്നോമന മകനാണെന്ന്, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാണെന്ന്, ദൈവത്തിന് എന്നെ വേണമെന്ന്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാത്താൻ പറഞ്ഞു തന്നതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എനിക്കിനിയും സമയമുണ്ടെന്നുള്ള ആ തെറ്റായ ചിന്ത എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞ് എന്നെ ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് കടന്നു വരാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ. പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഞാൻ ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് ഓർത്ത് എനിക്കിനി രക്ഷയില്ലെന്ന്. എൻ്റെ ഈശോയെ, എൻ്റെ പ്രത്യാശ അനുദപിക്കുന്ന പാപിക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു തരുന്നു എന്നുള്ള ആ വലിയ ബോധ്യം സാത്താൻ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അനുദപിച്ചാൽ എനിക്ക് ദൈവരാജ്യത്തിലേക്കുള്ള എല്ലാ യോഗ്യതയും ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും കോർത്തുയർത്തിപ്പിടിച്ച് സാത്താനിട്ട് എല്ലാ കുതന്ത്രങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകട്ടെ. സാത്താനിട്ട് എല്ലാ ചങ്ങലകളും പൊട്ടിച്ചിതറട്ടെ. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ എല്ലാ ശക്തികളും വിട്ടുപോകട്ടെ. തെറ്റായ പഠനങ്ങൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ വിശ്വാസങ്ങൾ, അബദ്ധ ചിന്തകൾ, ആരെന്ത് പറഞ്ഞാലും അതെല്ലാം വിശ്വസിക്കുന്ന തെറ്റായ ബോധ്യങ്ങളിലേക്ക് പോകുന്ന എല്ലാ തിന്മയുടെ വഴികളിൽ നിന്നും പിന്തിരിയാനായിട്ട് കർത്താവിൻ്റെ കൃപയും അഭിഷേകവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നിരാശപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെക്കുറിച്ചും ഭാവാവസ്ഥകളെക്കുറിച്ചുമുള്ള കുറ്റബോധവും നിരാശയെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെല്ലാം കുരുക്കുകളിൽ, ഏതെല്ലാം കെണികളിൽ, ഏതെല്ലാം കുതന്ത്രങ്ങളിൽ സാത്താൻ ഞങ്ങളെ തള്ളിയിട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിമോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ.
പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയായി ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയായി ജ്വലിപ്പിക്കണേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. ഓ അഗ്നിയാഭിഷേകമേ, ഓ അഗ്നിയാഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നിയാഭിഷേകമേ, ഓ അഗ്നിയാഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയെ ജ്വലിക്കണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ഒരുമിച്ച് പാടാം. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയെ ജ്വലിക്കണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. എന്നിൽ കത്തിപ്പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. എന്നിൽ കത്തിപ്പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. ഹൃദയേ വന്നു വസിച്ചിടണേ, ഹൃദയേ വന്നു വസിച്ചിടണേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വസിക്കാം.